കേരളത്തിന് സമീപം വെച്ച് തീപിടുത്തമുണ്ടായ വാൻഹായ് 503 കപ്പലിനുള്ളിലെ ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ സാധിച്ചു. ദൌത്യത്തിനായി എത്തിയ സാൽവേജ് സംഘമാണ് പുതിയ നേട്ടം കൈവരിച്ചത്. ഇതോടെ എഞ്ചിൻ റൂമിലെ വെള്ളം പോർട്ടബിൾ പമ്പുകൾ ഉപയോഗിച്ച് പുറത്തേക്ക് കളയാൻ സാധിക്കും. എസ് ശ്യാംകുമാർ ഉണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാംകുമാർ, എന്തൊക്കെയാണ് ഈ ദൌത്യത്തിലെ പുരോഗതി? ഈ ദൌത്യത്തിൽ ഏറ്റവും നിർണായകമായ ഒരു നേട്ടമാണ് സാൽവേജ് സംഘം ഇന്നലെ കൈവരിച്ചത്. ഇന്നലെ ഈ തീപിടിച്ച കപ്പലിനുള്ളിൽ സാൽവേജ് സംഘവും അഗ്നിരക്ഷാ സംഘവും ചേർന്ന് ഇറങ്ങുകയും അതിനുള്ളിലെ ജനറേറ്റർ, അടിയന്തരമായി ഉപയോഗിക്കേണ്ട ജനറേറ്ററിൽ പുതിയ ബാറ്ററികൾ ഘടിപ്പിച്ച് ജനറേറ്റർ പ്രവർത്തനയോഗ്യമാക്കുകയുമായിരുന്നു. ഇതോടുകൂടി പോർട്ടബിൾ പമ്പുകൾ ഉപയോഗിച്ച് കപ്പലിനുള്ളിൽ എഞ്ചിൻ റൂമിൽ ഉൾപ്പെടെ അടിഞ്ഞ് വെള്ളം പുറത്തേക്ക് കളയാനുള്ള ജോലികൾ ഇന്ന് പുനരാരംഭിക്കാനാവും. ഇതോടെ കപ്പൽ മുങ്ങുമെന്നുള്ള ഒരു പേടിക്കാണ് ഏകദേശം അറുതി വന്നിരിക്കുന്നത്. നിലവിൽ കപ്പൽ കൊല്ലം തങ്കശ്ശേരിക്ക് 259 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ നിന്ന് 50 കിലോമീറ്റർ കൂടി പുറത്തേക്ക് ഇന്ന് കപ്പൽ കെട്ടിവലിച്ചുകൊണ്ട് പോകാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇതോടെ ഇന്ത്യൻ സമുദ്രാതിർത്തിയിലെ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ നിന്ന് കപ്പൽ പുറത്തെത്തിക്കാനാവും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും നിർണായകമായ ഒരു നേട്ടം നടന്നിരിക്കുന്നു. അതിനു പുറമെ കപ്പലിനുള്ളിലെ VDR ഇന്നലെ വൈകിട്ട് കൊച്ചിയിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡാറ്റാ പരിശോധനകൾ ഇന്ന് ആരംഭിക്കും. അതോടുകൂടി എങ്ങനെയാണ് കപ്പലിന് തീപിടുത്തം ഉണ്ടായതെന്നും മറ്റ് അപകടങ്ങൾ ഉണ്ടായതെന്നുമുള്ള വിവരങ്ങൾ കൂടിയാവും ഇന്നു മുതൽ ലഭ്യമായി തുടങ്ങുക. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് എസ് ശ്യാംകുമാർ.